നീ അവനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണ്ട. ഈ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ അവൻ. എനിക്കിതിനോട് ദേഷ്യം തന്നെ. കൊല നടത്തിയ ജയിലിൽ പോയതിനെ കുറിച്ച് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എനിക്കിപ്പോഴും ദഹിക്കാത്തൊരു കാര്യം അത്. നിങ്ങൾ എന്തിനാ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോയത്? അയാളും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഈശ്വര രക്ഷപ്പെട്ടു. ഇവൾ സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനഃപൂർവ്വം തന്നെയാ ആരെയും അറിയിക്കാതെ ജയിലിൽ പോയി ആ മീനാക്ഷിയുടെ അച്ഛനെ കണ്ടത്. അവളോട് നമ്മളോട് പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയണ്ടേ? എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഇവളാ പെണ്ണിന്റെ കാര്യത്തിൽ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തി തന്നെ. മീനാക്ഷിയുടെ അച്ഛൻ ഏതവനാണെന്ന് ആർക്കറിയാം? മോള് പോയി കിടന്നോ. അച്ഛൻ ആഹാരവും മരുന്നും ഞാൻ കൊടുത്തോളാം. വരൂ, ആഹാരം കഴിക്കാം. മനസ്സൊരു അലകടൽ പോലാണ്, ഒരിക്കലും ശാന്തമാകാത്ത കടൽ. എങ്ങനെ ഞാൻ ആഹാരം കഴിക്കും? എന്താ എന്താ കഴിക്കാത്തത്? ഞാൻ ജയിലിൽ പോയി അവനെ കണ്ടത് എനിക്ക് മറക്കാനാവുന്നില്ല രാജലക്ഷ്മി. ജയിലിൽ കിടക്കുന്ന ആ മീനാക്ഷിയുടെ അച്ഛനല്ലേ, അല്ലാതെ നിങ്ങളുടെ മോനൊന്നും അല്ലല്ലോ. കണ്ടവര് ജയിലിൽ കിടക്കുന്നതിന് നിങ്ങൾക്കെന്താ? വന്ന് കഴിക്കേ. നന്ദിനി, അമ്മേ, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? അതോർത്താണോ നീ വിഷമിക്കുന്നത്? എന്റെ മോളെ, നീ ഇത്രയ്ക്കങ്ങ് പാവമാവരുത്. നീ പാവമായതുകൊണ്ടാണല്ലോ ചിലര് വന്ന് കേറി നിന്റെ ജീവിതം തൊലച്ചു കളഞ്ഞത്. അല്ല എന്ന് വെച്ച് നീ പിടിപ്പുകേടുള്ളവളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാവണം, അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഉണ്ടാവണം. മറ്റുള്ളവരുടെ നന്മയ്ക്കാണ് നീ നിന്റെ ജീവിതത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നീ ചിലതൊക്കെ മറച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പലപ്പോഴും ദേഷ്യം തോന്നുന്നത്. എന്റെ ദേഷ്യം നിന്നോടുള്ള വാത്സല്യവും സ്നേഹവും കൊണ്ടാ. ഇവിടുത്തെ ദേഷ്യക്കാരൻ അച്ഛനാ, ഞാനല്ല. ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല നീ ജീവിതത്തിൽ തോറ്റത്, അത് ചതിക്കാൻ അറിയാഞ്ഞിട്ടാ. ജീവിതത്തിൽ നീ തോറ്റുപോയെന്ന് പലരും പറയും. പക്ഷേ ഒരുപാട് പേരെ ജയിപ്പിക്കാൻ വേണ്ടി നീ തോറ്റു കൊടുക്കുന്നു. അതാ ശരി. അമ്മയ്ക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല മോളെ. പിണങ്ങിന്ന് കരുതി സന്തോഷിക്കാൻ തുടങ്ങിയപ്പോ ദേ ഇണങ്ങി. കുംഭമാസത്തിലെ നിലാവ് പോലെ ഇത്. കാറ് വരും, കറുക്കും. കാറ് പെട്ടെന്ന് പോവും, വെളുക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനപ്പായസം കുടിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കില്ല.
നീ എന്താ മാലതി ഒറ്റയ്ക്കിരുന്ന് പിച്ചും പേയൊക്കെ പറയുന്നത്? നിനക്ക് പനിയോ സന്നിവാറ ജ്വരോ വല്ലതും ഉണ്ടോ? എനിക്കൊരു ജ്വരവും ഇല്ല. പിന്നെന്ത് പറ്റി നിനക്ക്? ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അത്ര നല്ല ലക്ഷണമല്ല. എനിക്ക് ഭ്രാന്തുണ്ടെന്നാണോ ജഗദീഷേട്ടൻ പറയുന്നത്? അതിപ്പോ എല്ലാവർക്കും ഉണ്ട്, ഏറിയും കുറഞ്ഞും. പക്ഷെ കൺട്രോള് കയ്യിൽ നിന്ന് പോയാൽ മാത്രം ചങ്ങലക്കിടേണ്ടി വരും. മാലതി, നീ എന്താ മനസ്സിലുള്ളതെന്ന് പറ. അത് ഷെയർ ചെയ്തിട്ട് കിടന്ന സുഖമായ ഉറക്കം കിട്ടും. അതല്ല ജഗദീഷേട്ടാ, നമ്മുടെ അമ്മയും ആ നന്ദിനിയെടുത്തിയും തമ്മില് തെറ്റിക്കാൻ വലിയ പാടാ. വഴക്കിട്ട് പിരിഞ്ഞാലും ഒരല്പനേരം കഴിയുമ്പോ രണ്ടും കൂടി അമ്മയും മോളെയും പോലെ നടന്നു വരുന്നത് കാണാം. ഇങ്ങനെ ചക്കരയും പീരയും പോലത്തെ രണ്ടെണ്ണം. എടി, അമ്മയും ഏട്ടത്തിയും തമ്മിൽ അങ്ങനെ ഒരു മാനസിക പൊരുത്തം ഉണ്ട്. അവരെ തമ്മിൽ തെറ്റിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ദേ, അവരിപ്പോ രണ്ടും ഒന്നായി. അവരെ വിശ്വസിച്ചു പോയ ഞാനും സാവിത്രിയേച്ചും വെറും പമ്പർ വിഡ്ഢികളായി. എടി, ഇതിനാണോ നീ വലിയ ടെൻഷൻ അടിച്ചോടെ നിന്നത്? ഞാൻ കരുതി ഏതാണ്ട് സുനാമി വരുന്നതിന്റെ മുന്നറിയിപ്പ് കിട്ടിക്കാണോന്ന്. എനിക്കിതൊക്കെ വലിയ കാര്യം തന്നെയാ. അമ്മായി അമ്മ അവഗണിക്കുന്നതേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതിന് അമ്മ നിന്നെ അവഗണിച്ചില്ലല്ലോ. മൂത്ത മരുമകളെ ഒന്ന് പരിഗണിച്ചു എന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ അവര് മരുമകളൊന്നും അല്ലല്ലോ. മരുമകൾ പട്ടം നഷ്ടപ്പെട്ടിട്ട് 10-18 കൊല്ലമായില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അമ്മയ്ക്ക് അവരിപ്പോഴും മരുമകളോ മകളോ ആരൊക്കെയാണ്. അതുപോലെ ആ ഗുണ്ടുമുളകിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നത് ന്യായമാണോ? ഗുണ്ടുമുളകോ? അതാര്? ആ മീനാക്ഷി. അവളെ ഈ ചെമ്പകമംഗലത്തിന്റെ മുടിഞ്ഞ തലവേദനയാ. വാലി തീ പിടിച്ച കുരങ്ങിനെ പോലെ അവള് ചെമ്പകമംഗലത്ത് ഓടി നടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. നീ ഇപ്പൊ പറഞ്ഞത് ന്യായം. അല്ല, സത്യത്തിൽ ആരാ ആ പെണ്ണ്? ഇതുപോലുള്ള മാരണങ്ങളെ ഇവിടെ കൊണ്ടു നിർത്തി നമ്മുടെ സ്വസ്ഥത എന്തിനു കളയുന്നു? ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? അത് കണ്ടുപിടിക്കാൻ CBI-ക്കാരെ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രി ഏറെ വൈകി. സാരമില്ലമ്മ, ഞാൻ കുറച്ചുനേരം കൂടി തടവിത്തരാം. മോളെ, നിന്റെ കൈക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ട്. തടവുമ്പോ ആ വേദന അങ്ങ് പോവാ. അതൊക്കെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നത്. അമ്മ പറയുന്ന സത്യമാ മോളെ. സ്നേഹത്തോടെ നീയും തൊട്ടാൽ കടല് കരയെ തൊടുന്ന പോലൊരു സുഖമാ. മരുമകളല്ല നീ എനിക്ക്, മകളാ. മോളെ, മൈഥിലിയുടെ കാര്യങ്ങളെല്ലാം നീ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്നുകളും പൂജകളും ഒന്നും മുടക്കരുത്. സീമന്തത്തിന്റെ പൂജയാ ആദ്യം ചെയ്യേണ്ടത്. അത് നമുക്ക് ഗംഭീരമാക്കണം. അക്കാര്യങ്ങളൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. പൂജാ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം നീ അതൊക്കെ ചെയ്യുമെന്ന്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സാവിത്രേച്ചി, സാവിത്രേച്ചി, ഒന്ന് ഓടി വാ. എന്താ എന്താ മാലു? ചേച്ചി, ഞാനൊരു കാഴ്ച കണ്ടു.
അത് പറയാനാ ഞാൻ ഓടി പഠിച്ചു വന്നത്. എന്താ മാലതി, എന്താന്ന് വേഗം പറ. നമ്മുടെ അമ്മ. അയ്യോ അമ്മ, അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് പറ. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അമ്മ അവിടെ നമ്മുടെ പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വെച്ച് നോക്കുന്നു. അതായിരുന്നോ? ആ എന്നിട്ട്? അതൊക്കെ എടുത്തു വെച്ച് നോക്കണമെങ്കിലേ അത് ആർക്കെങ്കിലും കൈമാറാനല്ലേ. 100% ഉറപ്പ്. അത് കിട്ടാനുള്ള അർഹത ആർക്കാ? അത് മൂത്ത മകളായി എനിക്ക് തന്നെ. അപ്പോ ഇളയ മരുമകളായി എനിക്കില്ലേ? ആ, അമ്മയ്ക്ക് കനിവ് തോന്നിയാ നിനക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്നതാണ്. അല്ലല്ലല്ല, അതെ, മൈഥിലിക്ക് അവകാശപ്പെട്ടതാണ്. എന്തായാലും സാവിത്രി ചേച്ചി, ഞാൻ മൈഥിലി, ഈ 3 പേർക്കും കൂടിയല്ലേ ഇത് തരേണ്ടത്. നമുക്ക് കിട്ടുമല്ലോ. കിട്ടുമെന്നും പറഞ്ഞും കൊണ്ട് വായും പൊളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. വാ, അമ്മയും മൈക്ക് നമുക്കത് കൈക്കലാക്കാം. എന്നാ വാ. ഇത് മുത്തശ്ശി എനിക്ക് തന്നതാ. ഇതും മുത്തശ്ശി തന്നതാ. ഈശ്വരാ, പൊന്നുണ്ട് തുലാഭാരം, കണിക്കൊന്ന് പൂത്ത പോലെ. തുടരുത്, ഇതൊന്നും എടുക്കാൻ പാടില്ല. ഈ ആഭരണങ്ങൾ ഇടേണ്ടവർ തന്നെ ഇടണം. ആർക്കാമേ ഇത്രയേറെ ആഭരണങ്ങള്? അതിനിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? ഇതെല്ലാം എന്റെ മരുമകള് മൈഥിലിക്ക് തന്നെ അല്ലേ അമ്മേ? അവളുടെ സീമന്തമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ അവളല്ലേ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയേണ്ടത്. അതിനെ കുറിച്ച് ഓർത്ത് നീ കുണ്ഠിതപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് കിട്ടൂ, അതിന് സംശയമൊന്നും വേണ്ട. ചെമ്പകമംഗലത്തിന്റെ പാരമ്പര്യം അതാണ്. അത് മൈഥിലിക്ക് തന്നെ ആയിരിക്കും, അല്ലതാർക്കാ? വാ മാലതി. അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? കാര്യമുണ്ട്. ദാ, ഇതങ്ങ് വാങ്ങിച്ചോളൂ, ഇത് നിനക്കുള്ളതാ. അയ്യോ അമ്മ, എനിക്കിതൊന്നും വേണ്ട. വേണം, നീ ഇത് സ്വീകരിക്കണം. എനിക്കിതിനുള്ള അർഹതയില്ല അമ്മ. ഇത് പരമ്പരാഗതമായ സ്വർണ്ണാഭരണങ്ങളാ. ഹൃദയശുദ്ധിയുള്ളവർക്ക് കഴുത്തിൽ അണിയിക്കാൻ തലമുറകളായി സൂക്ഷിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ. ഇത് കഴുത്തിലണിയാനുള്ള അർഹത ചെമ്പകമംഗലത്ത് നിനക്ക് മാത്രമേ ഉള്ളൂ. സീമന്ത പൂജയല്ലേ നടക്കാൻ പോകുന്നത്. എല്ലാം ഗംഭീരമായിരിക്കണം. പിന്നെ പൊന്നും വിളക്ക് പോലെ ഇരിക്കുന്ന എന്റെ മൈഥിലിക്ക് എന്തിനാ പൊന്നിന്റെ വളകൾ? എങ്കിലും ഇരിക്കട്ടെ. ഇനി കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു കറുത്ത പൊട്ട് വെച്ചേർട്ടെ. അത് വേണ്ട. അതെന്താ? കാർത്തിക് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ ചെയ്യില്ല ഇതൊക്കെ. ഗർഭിണിയായ ഭാര്യ അമ്മയെ പോലെ നോക്കണമെന്ന ശാസ്ത്രം. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ തന്നെ. എനിക്ക് വിഷമമുണ്ട് നിങ്ങളെ ഓർത്ത്. നിങ്ങൾ എന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് നിറയെ വൈശാഖ. എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം. അതെൻ്റെ സ്വപ്നമാണ്. നീ വാ, ഇങ്ങ് വന്നേ.
വാ. ACP കാർത്തിക്കും സഹധർമ്മിണി മൈഥിലിയും എങ്ങനുണ്ട്? വാ. അവൾ മരിച്ച വിവരം നീ എപ്പോഴാണ് അറിഞ്ഞത്? വേണ്ട, പറയണ്ട. അതൊന്നും ഇവിടെ തൽക്കാലം ആരോടും വിശദീകരിക്കാനും പോട്ട. ചില അപ്രിയ സത്യങ്ങൾ തൽക്കാലം നമ്മൾ മനസ്സിലടക്കി വെച്ചേ പറ്റൂ. അത് പലരുടെയും മനസ്സമാധാനം കെടുത്തുന്നതാണെങ്കിലും ഇതാ രാമേട്ടാ ചായ. ഇതെന്താ രാമേട്ടാ ഇത്? സീമന്തത്തിന്റെ പൂജാ ചടങ്ങുകൾ തുടങ്ങാറായി. രാമേട്ടൻ കുളിച്ചൊരുങ്ങുന്നില്ലേ? അത് പൂജാകർമ്മങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. അതെന്താ? അച്ഛൻ കഴിഞ്ഞാ പിന്നെ ഈ വീട്ടിലെ കാരണവര് രാമേട്ടനല്ലേ? അതെന്തോ ആകട്ടെ, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതിനെന്താ കാരണമെന്ന് പറഞ്ഞൂടെ രാമേട്ടാ? അത് എനിക്ക് നല്ല സുഖമില്ല, അതെന്നെ കാരണം. രാമേട്ടൻ എന്താ അസുഖം? അസുഖം വന്നാ ചികിത്സിക്കാ വേണ്ടത്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാവിത്രി, ചില കാരണങ്ങളാൽ എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. അതിന് നീയല്ല കാരണമെന്ന് ആദ്യം അറിയുക. എന്തായാലും ഞാൻ അറിയണ്ടേ രാമേട്ടാ? നിന്നോട് ശ്രീമന്ത പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ സീമന്തിനി എവിടെ? സീമന്തിനി ഹസ്ബൻഡും കൂടെ ഇപ്പൊ വരും അച്ഛാ. ദേ വന്നല്ലോ. നോക്ക്, ലോകത്ത് ഇതുപോലുള്ള സൗഭാഗ്യം വേറെ ഏത് പെണ്ണിനാ കിട്ടുക? പുണ്യം ചെയ്ത പെണ്ണാ മൈഥിലി. ഭർത്താവ് തന്നെ സീമന്ത പൂജയ്ക്ക് ഭാര്യ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുക. മുജ്ജന്മ സുഹൃതം തന്നെ. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങട്ടെ. മാലതി, ഒന്ന് മാറിക്കേ. വാ വാ മോളെ. എന്റെ പെണ്ണാ ഇവള്. ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്ന എൻ്റെ ഒരു ഗതികേട്. എന്റെ വൈശാഖിനൊപ്പം എനിക്ക് എന്നാ ജീവിക്കാൻ പറ്റും? അല്ല, പ്രധാനപ്പെട്ട ഒരാളെ ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി നന്ദിനി? അമ്മയ്ക്ക് നമ്മളാരും പ്രധാനപ്പെട്ടവരല്ല. അവളുടെ വിശിഷ്ട സാന്നിധ്യം ഇല്ലാതെ അമ്മയ്ക്ക് തൃപ്തി വരില്ല. അത്രയും പ്രധാനപ്പെട്ടവളാണെന്ന് വരുത്തി തീർക്കാൻ ആദ്യമൊക്കെ രാജസദസ്സിൽ ഹാജരാകാതെ മറിഞ്ഞു നിൽക്കും. അത് മറ്റൊരടവ്.
കുശുകുശുപ്പും കുന്നായ്മ ഒന്നും വേണ്ട ഇതിനകത്ത്. വാക്കുകൾ നല്ല മുല്ലപ്പൂക്കളായിരിക്കണം. ആ, എല്ലാ മൃഗങ്ങളെയും മനുഷ്യർ ഇണക്കുകയും ഇണങ്ങാത്തതിനെ വരുതിക്ക് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നാവെന്ന മൃഗത്തെ വരുതിക്ക് നിർത്താൻ മനുഷ്യർ ഇന്ന് ഇവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നെങ്കിലും ഇത്തിരി ആഭരണങ്ങൾ അണിഞ്ഞ് നീ ഒരുങ്ങിയല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി മോളെ. എങ്ങനെ ഒരുങ്ങാതിരിക്കും? അവിടെ വളർത്തുപുത്രന്റെ ഭാര്യയുടെ സീമന്ത പൂജയല്ലേ? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലോ. അമ്മ ഇങ്ങനെ ഒരുങ്ങി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. അമ്മ ഇങ്ങനെ ഒരുങ്ങുന്നത് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. എന്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യമല്ലേ മോനെ, അതാ. ആ, സീമന്തത്തിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ ആരംഭിക്കട്ടെ.